ഹായ് ഗൈസ്, തംബ്നെയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്നുള്ളത്. ജസ്ന സലീം എല്ലാവർക്കും അറിയുന്ന ഒരു സ്ത്രീയാണ്. കണ്ണൻ്റെ അഥവാ കൃഷ്ണൻ്റെ പടം വരയ്ക്കുന്ന ഒരു സ്ത്രീ, ഒരു മുസ്ലിം കുട്ടി എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ പുള്ളിക്കാരിയുടെ ഒരു വീഡിയോ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. വെറൈറ്റി മീഡിയയിൽ അവരുടെ ഒരു സെഗ്മെൻ്റ് ഉള്ളോ ഹോം ടൂർ സെക്ഷൻ, ആ ഒരു സെഗ്മെൻറ്റിൽ പുള്ളിക്കാരിയുടെ വീട് കാണിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വെറൈറ്റി മീഡിയയുടെ ചാനൽ കൂടി പുള്ളിക്കാരി പുറത്തുവിട്ട കുറച്ച് വാക്കുകൾ, കുറച്ച് പരാമർശങ്ങൾ, അത് നമുക്കൊന്ന് കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. ഒരു കാര്യമാണ്. പക്ഷേ ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ആയിരിക്കും. എന്തെന്ന് ചോദിച്ചാൽ, ഇതുവരെ ജസ്ന സലീം തട്ടമിട്ടിട്ടാണ് നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ തട്ടമില്ലാതെ ഈ വെറൈറ്റി മീഡിയയുടെ മുമ്പിലേക്ക് വരുന്നത്. അത് മറ്റൊന്നുമല്ല, ഇന്നെന്ന് പറയുന്നത് ഈ ഒരു ദിവസം എന്നെ സംബന്ധിച്ച് എന്ന് പറയുന്നത് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് ഇന്ന്. അപ്പോൾ ഈ ഒരു ദിവസം ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ജസ്ന സലീമിന് മതമില്ല. ഇനി ജസ്ന സലീം മുസ്ലിം ആണോ ഹിന്ദു ആണോ, നിന്റെ തട്ടം എവിടെ പോയി എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട. ഇനി ഒരു തട്ടമിട്ടാലാണ് നമ്മളൊരു മുസ്ലിം മതസ്ഥ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു കെയർ ഓഫിൽ ഇനിയിപ്പോൾ തട്ടമിട്ടിട്ട് നിങ്ങൾ ആരും എന്നെ കണ്ടിട്ട് അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇനി വരൂല. ഇനി ആര് എന്നോട് ചോദിച്ചാലും നീ ഏതാണ് മതം, അല്ലെ നിനക്ക് ഏതാണ് മതം, അല്ലെ നിനക്ക് മരിക്കണ്ടേ, നിനക്ക് സ്വർഗത്ത് പോവണ്ടേ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒറ്റ ഉത്തരേ ഉള്ളൂ, ഞാനൊരു മനുഷ്യനാണ്. എൻ്റെ ഉമ്മയും വാപ്പയും എന്നെ കുട്ടിക്കാലത്ത് അല്ലെ വേണ്ട എൻ്റെ ഉമ്മ പ്രസവിച്ച സമയത്ത് എനിക്കറിയില്ലായിരുന്നു ഞാൻ ഏതാ മതം എന്നുള്ളത്. അതേപോലെ ഇനി മുന്നോട്ട് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം. ഒരു മതത്തിൻ്റെ പേരിൽ ഇപ്പം നിങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്, കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു മുസ്ലിം കുട്ടി. ഇനി നിങ്ങളത് മാറ്റി പറയണം, കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു കുട്ടി എന്നാക്കണം. ആ മുസ്ലിം കുട്ടി എന്നുള്ള ആ ഒരു ലേബൽ ഞാൻ വേണ്ടാന്ന് വെച്ചു. നല്ല തീരുമാനം. എന്തായാലും ഇവർ പറയുന്ന പോലെ മുസ്ലിം കുട്ടിയല്ല, കുട്ടി, കുണുവാവ, അങ്ങനെയൊക്കെ നമുക്ക് വിളിക്കാം. എനിക്ക് ഇവരെ കാണുമ്പോൾ തോന്നുന്ന ഒരു കാര്യം, എൻ്റെ പേഴ്സണൽ ഒരു അഭിപ്രായം എന്ന് പറയുമ്പോൾ, രണ്ട് സമുദായങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇടയിൽ കൂടി മതം എന്ന് പറയുന്ന ഒരു വളരെ വലിയ വിഷം ഉള്ള രീതിയിൽ മതത്തെ വളച്ച് ഒടിച്ച് രണ്ട് സമുദായങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിത്തളിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന കുറച്ച് പ്രഹസനങ്ങൾ, അങ്ങനെ മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. ഇവർക്ക് മതം ഉപേക്ഷിക്കണമെങ്കിൽ ഇവർക്ക് ഉപേക്ഷിക്കാം. അത് ഇത്രയും പബ്ലിസിറ്റിയിൽ വന്ന് പറയുന്നത്, അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് വന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അവർക്ക് എന്താണ്, വേറെന്തോ ഉദ്ദേശം കാണും. അല്ലാതെ പിന്നെ ഇത്രയും രീതിയിൽ അവർ സംസാരിക്കത്തില്ലല്ലോ. അതേ രണ്ട് സമുദായങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടം ആൾക്കാരിൽ ഒരു സ്ത്രീയാണ് ഇവരും. അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. കുട്ടിയല്ല മോളെ, കുണ്ണുവാവാന്ന് വിളിക്കാം നമുക്ക്, അങ്ങനെ വേണം വിളിക്കാൻ. അല്ലാതെ പിന്നെ ഇതിനൊക്കെ എന്തോ പറയണ്ടേ. ഞാൻ കുറേ കമൻസിൻ്റെ അകത്ത് കണ്ടിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഈ ജസ്ന സലീം എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീയെ ഇവർ ക്ഷേത്രങ്ങളിൽ കയറുമ്പോൾ മാത്രമാണ് തട്ടമിടുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർ ഒരുപാട് ഇവരുടെ ഇങ്ങനെ കപട വിശ്വാസം കാണിക്കുന്നത് കൊണ്ടാണ് ആൾക്കാർ ഇവരെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത്. അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ മുസ്ലിം സമുദായത്തിൽ ഇവർ മാത്രമാണോ അതുപോലെ ഹൈന്ദവ രീതിയിലുള്ള ദൈവങ്ങളുടെ പടം വരച്ച് വിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ഒരുപാട് സ്ത്രീകളുണ്ട്, ഒരുപാട് പുരുഷന്മാരുണ്ട്. അവർക്കൊന്നുമില്ലാത്ത ഒരു കുപ്രസിദ്ധിയാണ് ഇവർക്ക്. ഈ കുപ്രസിദ്ധി ഉണ്ടാക്കിയതും ഇവർ തന്നെയാണ്. കാരണം ആവശ്യമില്ലാത്ത രീതിയിൽ ഓരോ ഇടങ്ങളിൽ കയറി ചെന്ന് ഒരു രീതിയിലും ആരും മനസ്സിൽ പോലും കാണാത്ത രീതിയിലുള്ള കള്ളത്തരങ്ങൾ പടച്ചു വിടുക, അതാണ് ഇവരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും പല പല കാര്യങ്ങളാണ് കഴിവുള്ളത്. ഇവർക്ക് നല്ലൊരു കഴിവുണ്ട്, ചിത്രം വര എന്നുള്ളത്. അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ലേ നല്ലത്. അല്ലാതെ ഇത്ര മോശമായ രീതിയിൽ രണ്ട് മതങ്ങൾ തമ്മിൽ അടിയുണ്ടാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ സഹതാപം പിടിച്ചു പറ്റിക്കൊണ്ട്, ഇപ്പോൾ ഹിന്ദുക്കളുടെ ഒരിത് വെച്ച് ഞാൻ പറയാം, ഇവരെ പള്ളിയിൽ കയറ്റുന്നില്ല, അല്ലെങ്കിൽ മുസ്ലിം മതവിശ്വാസികൾ ഇവരെ ആക്രമിക്കുന്നു, ഇവർ തട്ടമിട്ട് ക്ഷേത്രത്തിൽ കയറുന്നത് കൊണ്ടും ഇവർ കൃഷ്ണന്റെ പടം വരയ്ക്കുന്നത് കൊണ്ടും ഇവരെ ആക്രമിക്കുന്നു എന്നാണ് ഇവർ പറഞ്ഞ് പരത്തുന്നത്. ഒരിക്കലുമല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇവർ മാത്രം അല്ല, ഈ സ്ത്രീ മാത്രമല്ല, മുസ്ലിം സമുദായത്തിൽപ്പെട്ട വേറൊരു മതത്തിൻ്റെ ദൈവങ്ങളെ വരച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ പണിഞ്ഞു കൊടുക്കുന്ന ആള് ഇവർ മാത്രമല്ല. ഇവരുടെ ഒരു നല്ലൊരു കഴിവിനെ ഇവർ തന്നെ കൊണ്ടുപോയി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്.
അതും വളരെ മോശമായ രീതിയിൽ ഇവർക്ക് ഫെയിം ഉണ്ടാക്കാൻ വേണ്ടി ഇവർ മതത്തിനെയാണ് ബലിയാടാക്കുന്നത്. അതാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. ഇനി നമുക്ക് ബാക്കി എന്താണ് ഇവർ പറയുന്നത് എന്ന് കൂടി കേൾക്കാം. ശരിക്കും കണ്ണനെ വരച്ച് തന്നെയാണോ ആ വീട് വെച്ചിട്ടുള്ളത്? അതെ, എൻ്റെ ഇപ്പോഴത്തെ ഞാൻ വെച്ച വീട് എന്ന് പറയുന്നത് ശരിക്കും പറയാച്ചാൽ കണ്ണൻ അവകാശപ്പെട്ട, അല്ലെ കണ്ണനെ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും അവകാശപ്പെട്ടൊരു വീട് എന്ന് തന്നെ പറയാം. കാരണം ഞാൻ ആദ്യം വിചാരിച്ചത് ഏകദേശം ഒരു 400 ഫോട്ടോക്ക് ഓർഡർ കിട്ടിയാൽ എനിക്ക് വീട് വെക്കാമെന്നായിരുന്നു കരുതിയത്. ഞാനൊരു 10 ലക്ഷം രൂപയുടെ വീടായിരുന്നു പ്ലാൻ ഇട്ടുള്ളത്. പക്ഷേ 982 സ്ക്വയർ ഫീറ്റ് എങ്ങാണ്, അത്ര 1000-ൻ്റെ ഉള്ളിലേ ഉള്ളൂ സ്ക്വയർ ഫീറ്റ്. അപ്പോൾ ഏകദേശം 16 ലക്ഷം രൂപയുടെ അടുത്തായിട്ടുണ്ട്. അപ്പോൾ 750 ഫോട്ടോയുടെ ഓർഡർ കിട്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീട് പണി പൂർത്തീകരിച്ചെടുത്തത്. അപ്പോൾ 750 കണ്ണനെ വരച്ചാൽ 16 ലക്ഷം കിട്ടുമോ? എനിക്കൊരു ഫോട്ടോക്ക് എന്ന് വെച്ചാൽ ഞാൻ 5000 രൂപയാണ് മേടിക്കുന്നത്. അതിൽ 2500 രൂപ എനിക്ക് ചിലവ് വരുന്നുണ്ട്. 2500 രൂപ ഒരു ഫോട്ടോ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ എനിക്ക് വരുമാനം കിട്ടുന്നുണ്ട്. ആ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ഞാൻ 4 ദിവസങ്ങൾ കൊണ്ടാണ് പൂർത്തീകരിക്കുന്നത്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരേ ദിവസം 4-5 ഫോട്ടോ ഒരുമിച്ച് ചെയ്യും. കാരണം എനിക്കൊരു ഫോട്ടോക്ക് ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യാനുള്ളതേ ഉണ്ടാവും, ബാക്കി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതാണ്. അപ്പം ഞാൻ 4-5 ഫോട്ടോസ് വെച്ച് വരച്ച്, ശരിക്കും വരച്ചാൽ ഞാൻ ഉറക്കൊഴിഞ്ഞ് വരച്ച്, ഞാൻ വീട് പണി തുടങ്ങിയിട്ട് 8 മാസമായിട്ട് കുറ്റി അടിച്ച് ഒരു നല്ലൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം വീട് പണി തുടങ്ങി ഒരു 8 മാസങ്ങൾ കൊണ്ട് ഞാനത് പൂർത്തീകരിച്ചിട്ട്. പക്ഷെ ഫോട്ടോ ഫുള്ളായിട്ട് ഞാൻ കൊടുത്ത് തീർത്തില്ല കേട്ടോ. എനിക്ക് എല്ലാവരും എന്ന് പറയുന്നതിൽ ഒരുവിധ ആൾക്കാരൊക്കെ എനിക്ക് ഫുൾ പേയ്മെന്റ് അയച്ചു. സ്ത്രീയുടെ കയ്യിൽ നല്ലൊരു കഴിവുണ്ട്, കല എന്ന് പറയുന്നത്. ആ ഒരു കലയെ ഇവർ കൊല ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേപോലെ 2 മതങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് വിഷം കുത്തിവെക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ ഇവരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവർ പറയുന്നുണ്ട് ഈ 16 ലക്ഷം രൂപയും ഇവർ പടം വരച്ചുണ്ടാക്കിയതാണ്, നല്ല കാര്യം. പക്ഷേ എന്ന് വെച്ച് ഇത് മുതലെടുത്ത് ബാക്കിയുള്ള ആൾക്കാരുടെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഒരുമാതിരി പിച്ചി ചീന്തി ഇട്ട് കൊടുക്കുകയാണ് ഇവർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഞാൻ മരിച്ചാൽ പോലും എന്നെ പള്ളിയിൽ കയറ്റത്തില്ല, എന്നെ വീട്ടിൽ തന്നെയാണ് മറവ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഹൈന്ദവ സമൂഹത്തിലെ സഹോദരങ്ങൾ കേൾക്കുമ്പോൾ അവർ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, അയ്യോ ഇതിപ്പോൾ പടം വരച്ചു, അവർ തട്ടവിട്ടു, ക്ഷേത്രത്തിൽ കയറി പടം വയ്ക്കുന്നത് കൊണ്ടാണോ ഇങ്ങനൊരു വല്ലാത്ത രീതി ആ ഒരു സ്ത്രീക്ക് നേരിടേണ്ടി വന്നത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ, അതാണ് ഇവർ പടത്തി വിടുന്നത്. എത്രയോ ആൾക്കാരുണ്ട് അഭിനയിക്കുന്നവർ. അഭിനയം ഒരു കലയില്ലേ, അതുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഇവർക്ക് ഫേമസ് ആവണം. ഫേമസ് ആകാൻ വേണ്ടി പുള്ളിക്കാരി മതത്തിനെ അങ്ങോട്ട് വലിച്ചു കീറി ഒട്ടിക്കുന്നു. അതാണ് സത്യസന്ധമായ കാര്യം അതാണ്. ഇവർ സഹതാപം പിടിച്ചു പറ്റുന്നു, എന്തോ വലിയ സഹതാപം പിടിച്ചു പറ്റി, എന്തോ വലിയ കാര്യമാണെന്നാണ് പുള്ളിക്കാരിയുടെ വിചാരം. എന്തായാലും ഫുൾ ഉടായ്പാണ്. എനിക്കതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള ഉടായ്പാണ് എന്ന് പറയാൻ ഒരു കാര്യമെന്ന് വെച്ചാൽ ലാസ്റ്റ് ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, സുബഹി നിസ്കാരത്തിന് ശേഷമാണ് വീട്ടിലേക്ക് കയറിയത് എന്നുള്ളത്. മതമില്ലാത്ത ഇവർക്ക് എവിടെ നിന്നാണ് സുബഹി നിസ്കാരം? ഇവർ പറയുന്നു ഞാൻ ഇനിയൊരു തട്ടമിട്ട് കയറുന്ന മുസ്ലിം കുട്ടിയല്ല, മുസ്ലിം അല്ലെങ്കിൽ ഒരു സമുദായത്തിൻ്റെ പേരിൽ എന്നെ അറിയപ്പെടണ്ട എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് പിന്നെ എങ്ങനെയാണ് സുബഹി നമസ്കാരം എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നത്? ഉടായ്പാണ് പുള്ളിക്കാരി, ടോട്ടലി ഉടായ്പാണ്. എനിക്ക് അവരുടെ ആ ഒരു ക്ഷേത്രത്തിൽ കയറുമ്പോൾ മാത്രമുള്ള തട്ടമിടിയിലും അത് കഴിഞ്ഞ് ഇവർ വന്ന് കരഞ്ഞു പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കിത് വെറും ഫേക്കാണ് എന്ന് മനസ്സിലാവും. ഇവർ പറയുന്നേ ആ ഒരു സുബഹി നമസ്കാരത്തിൻ്റെ കാര്യത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, അതിനുശേഷം വീട്ടിലേക്ക് കയറുന്നുണ്ട്. അത് നമുക്കൊന്ന് കാണാം. ഹൗസ് വാമിങ് ഒഫീഷ്യലായിട്ട് വരുന്നത് ജൂൺ 1-ാം തീയതിയാണ്. ഇന്ന് പുലർച്ചെ സുബഹി നിസ്കാരത്തോടൊപ്പം ഞങ്ങൾ ഇത്രയും നേരം മതത്തിനെ വിമർശിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ വന്നിട്ട് ഈ പറയുന്നത്. അതേ ചുരിദാറിൽ അതേ ഡ്രസ്സിൽ വന്നിരുന്നിട്ട് പറയുവാണ് ഞാൻ സുബഹി നിസ്കാരത്തിന് ശേഷമാണ് വീട്ടിലേക്ക് കയറുന്നതെന്ന്. ഇത്തിരി മുന്നേ പറഞ്ഞത് എനിക്ക് മതമില്ല, എന്നെ അങ്ങനെ അറിയപ്പെടേണ്ട, എന്നെ കുണുവാവയെന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇപ്പോൾ പറയുന്നത് ഞാൻ നിസ്കാരം കഴിഞ്ഞ് കയറുന്നതെന്ന്. എന്തുവാ ഇതൊക്കെ? വെറുതെയാണ്. ബാക്കിയുള്ളവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമുള്ള പ്രഹസനം. എങ്ങനെയെങ്കിലും ഫെയിം ആകണം, എങ്ങനെയെങ്കിലും ജീവിച്ചു പോകണം, ജീവിക്കാൻ വേണ്ടി പലതും ചെയ്യും, ശരിയാണ്. പക്ഷെ എന്ന് വെച്ച് ജീവിക്കാൻ വേണ്ടി ഇങ്ങനൊരു മതത്തെ കൊണ്ടുപോയി ഒരുമാതിരി വലിച്ചു കീറി ഒട്ടിച്ച് കുപ്രസിദ്ധിയിൽ നിന്ന് ഫെയിം ആകുക എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. എന്തായാലും അഭിപ്രായങ്ങളൊക്കെ
കമൻറ്റ് ചെയ്യുക. ഇതേവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് അമർത്തി വെച്ചേക്കുക. കാരണം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും.